ചിലവുകൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ചങ്കൂറ്റം ഇല്ലാത്തവന്മാർ ഈ പറയുന്ന പരിപാടി പിടിക്കരുത്. ബാങ്കുകാരുടെയൊക്കെ പൈസയല്ലേ വാങ്ങിച്ച് കയ്യിൽ വെച്ചോളുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ അങ്ങോട്ടൊരു ലോണിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഇവന്മാർ നമുക്ക് 1 രൂപ പോലും 100,000 പ്രോസസ്സ് ഇല്ലാതെ തരത്തില്ല. ഇതൊക്കെ ഇങ്ങോട്ട് വിളിച്ചു തരുന്ന സാധനമല്ലേ, വാങ്ങിച്ച് കയ്യിൽ വെച്ചോളുക. സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുക. ഫിനാൻഷ്യൽ ലിറ്ററസി സീരീസിൻ്റെ ഭാഗമായിട്ട് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചിട്ട് സമഗ്രമായിട്ടുള്ള പല വീഡിയോസും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് ഒരു സ്മാർട്ടായിട്ടുള്ള ഫിനാൻഷ്യൽ ടൂളാണ്. അതിനെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മിടുക്ക് തന്നെയാണ്. അങ്ങനെ ക്രെഡിറ്റ് കാർഡുകൾ മിടുക്കോടെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒത്തിരിയധികം റിവാർഡുകൾ കിട്ടാറുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ട്രിപ്സ്, അങ്ങനെയൊക്കെയുള്ള പല റിവാർഡുകളും പല ആളുകൾ ഏൺ ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ ഒരു സ്മാർട്ട് ടൂളാണ്. സ്മാർട്ട് അല്ലാത്ത ആളുകൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാപ്പായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ ഈ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒത്തിരിയധികം വിമർശനങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു. ഇതൊരു ട്രാപ്പാണ്, നിങ്ങൾ ആളുകളെ ട്രാപ്പിലേക്ക് തള്ളിവിടാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മളെപ്പോഴും ഒരു കാര്യം സംസാരിക്കുന്നത് സ്മാർട്ടായിട്ടുള്ള ആളുകളെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ്. സ്മാർട്ടല്ലാത്ത ഒരാളോട് നമ്മളൊരു ഫിനാൻഷ്യൽ ലിറ്ററസി പങ്കുവെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ സ്മാർട്ടാകാൻ വേണ്ടിയാണ് നമ്മൾ സ്വയമായിട്ട് തീരുമാനിച്ചുറപ്പിക്കേണ്ടത്. ഞാനൊരു തോൽവിയാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ട്രാപ്പിലേക്ക് പോകുമെന്ന് ചിന്തിക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, അങ്ങനെ ഒരാളെ എങ്ങനെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ സ്ട്രിക്ട്ലി ഫോർ സ്മാർട്ട് ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ആണ്. 2025 പകുതി മുതലൊക്കെ നമ്മളിത് കറക്റ്റായിട്ട് കാണുന്നതാണ്. ഇന്നൊരു ചായക്കടയിൽ പോലും ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് ക്രെഡിറ്റ് കാർഡ് ഒരിടത്ത് എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആളുകളുടെ മുഖം മാറും, കടക്കാരുടെ മുഖം മാറും. അത് പറ്റത്തില്ല കേട്ടോ, എക്സ്ട്രാ പൈസ തരേണ്ടി വരും എന്നൊക്കെ അവർ പറയും. ഇന്ന് ചായക്കടകളിൽ പോലും ബേജി വാങ്ങിച്ചിട്ട് കഴിച്ചെങ്കിൽ പോലും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് UPI ട്രാൻസ്ഫർ വഴി പണം അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അവരത് റിസീവ് ചെയ്യും. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് കച്ചവടം നടത്താൻ പോയി കഴിഞ്ഞാൽ ആ കടയിലേക്ക് ആരും പോവില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം മുന്നേയൊക്കെ ക്രെഡിറ്റ് കാർഡ് EMI എന്നൊക്കെ പറയുന്നത്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗം എന്നൊക്കെ പറയുന്നത് വളരെ ഗിൽറ്റോടെയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം അത്രയധികം പ്രഷറാണ്. സമൂഹം ഇങ്ങനെ പറയുകയാണ് കടമാണ്. ആക്ച്വലി കടമാണ്. പക്ഷേ കടം എന്ന് സ്മാർട്ടായിട്ടുള്ള ആളുകൾ പറയില്ല, റോളിംഗ് ഫണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 50,000 രൂപയുണ്ട്, അതെൻ്റെ സേവിങ്സ് അക്കൗണ്ടിലാണ്. അതിൽ നിന്ന് ചിലവാക്കുന്നതിനേക്കാളും എളുപ്പമുള്ള ഒരു സംഗതിയല്ലേ ആ 50,000 ഒരു മാസം കൂടെ കയ്യിൽ വയ്ക്കുക എന്നുള്ളത്. നമ്മുടെ പണം കൂടുതൽ സമയം നമ്മുടെ കയ്യിലിരിക്കുന്നു. ചിലവിന് വേണ്ടി ഒരു മാസം വേറെ എവിടുന്നോ കിട്ടുന്ന ഒരു റോളിംഗ് ഫണ്ട് ഉപയോഗിക്കുന്നു. അതെൻ്റെ ഫണ്ടല്ല, ബാങ്ക് തരുന്ന ഒരു ഫണ്ടാണ്. ആ സേവിങ്സ് അക്കൗണ്ടിലെ പണം കൊണ്ട് ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ സേവിങ്സ് അക്കൗണ്ടിലെ പണം കൊണ്ട് എനിക്ക് ബിസിനസ്സിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം എടുക്കാം. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വന്നു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ ക്രെഡിറ്റ് സ്കോർ നശിപ്പിച്ചുകൊണ്ടിരുന്ന ക്രെഡിറ്റ് കാർഡ് ഇന്ന് എല്ലാ ആളുകൾക്കും തിരിച്ച് ക്രെഡിറ്റ് സ്കോർ കൂട്ടാനായിട്ടുള്ളൊരു മാർഗവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് FD ബാക്ക്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ. നിങ്ങൾക്ക് ഒരു ആളും ക്രെഡിറ്റ് കാർഡ് തരത്തില്ല എന്നുണ്ടെങ്കിലും തരുന്ന ക്രെഡിറ്റ് കാർഡ് കമ്പനികളുണ്ട്. എങ്ങനെയാണ്? നിങ്ങളൊരു 5,000 രൂപ FD ഇട്ടാൽ മതി. അപ്പോൾ 5,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അവർ അനുവദിച്ച് തരും. നിങ്ങൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് മാന്യമായിട്ട് തിരിച്ചൊക്കെ അടച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ലിമിറ്റ് കൂട്ടി തരും. അവസാനം ഈ ഒരു FD യെക്കാളും കൂടുതലുള്ള ക്രെഡിറ്റ് ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നല്ല രീതിയിൽ അപ്ഗ്രേഡ് ആവും. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്രെഡിറ്റ് മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്ന ഒരു മാർഗ്ഗം നമുക്കായില്ലേ. നേരത്തേക്കാണെങ്കിൽ ഗോൾഡ് ലോൺ വയ്ക്കണമായിരുന്നു ഈ ക്രെഡിറ്റ് സ്കോറൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗോൾഡ് കയ്യിൽ വേണമല്ലോ. ഇന്ന് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. 2026 ഈ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് വെറും ഒരു കടം വാങ്ങാനായിട്ടുള്ള ഉപകരണം എന്നതിൽ നിന്നും മാറി വ്യക്തികളുടെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ അടയാളമായിട്ട് മാറിയിരിക്കുകയാണ്. കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടൊക്കെ ആളുകൾ കരുതുന്നുണ്ട്. ആരും ഇത് ചിലവാക്കി തീർക്കുന്നൊന്നുമില്ല. ഈ പറയുന്ന വാങ്ങി വയ്ക്കുന്ന ആളുകൾ സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ആളുകൾക്ക് മാത്രമേ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് 2026 എത്തുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് വിപണിയിൽ കാര്യമായിട്ടുള്ള ഒരു കുതിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ ഡിജിറ്റൽ ഇടപാടുകൾ കാര്യമായിട്ട് തന്നെ വർദ്ധിച്ചതുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡുകളും കാര്യമായിട്ട് ആളുകളുടെ ഡെയിലി യൂസിന് ഉപകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് മാറിയിട്ടുള്ളത്. 22% ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഈ പുതിയ വർഷത്തിലെ ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള ഓഫറുകൾ നൽകുന്ന ചില കാർഡുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ കാർഡുകളെല്ലാം തന്നെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളാണ്. പണ്ടത്തേതുപോലെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, ഈ സാധാരണ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പൈസയൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്കൊന്നും ഇപ്പോൾ ആളുകൾ പോകുന്നില്ല. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇഷ്ടംപോലെ കാർഡുകളുണ്ടെന്നേ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാർഡാണ് റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. കേൾക്കുന്ന സമയത്ത് റോർ ആ ഒരു ഗർജനൊക്കെ ഫീൽ ചെയ്യും എന്നുണ്ടെങ്കിലും യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ് ഈ റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്.
ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. ജോയിനിങ് ഫീയോ അല്ലെങ്കിൽ ആനുവൽ ഫീയോ ഒന്നും ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ നൽകേണ്ടതില്ല. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ റോളിംഗ് സുഹൃത്തുക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് 62 ദിവസം വരെ പലിശയില്ലാതെ ക്രെഡിറ്റ് കാലാവധി, 3 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉൾപ്പെടെ നൽകുന്ന ഒരു കാർഡായിട്ട് മാറിയിട്ടുണ്ട് റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്. അതേപോലെ തന്നെ ഈ ക്യാഷ് ബാക്കിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കുന്ന നിശ്ചിത കാറ്റഗറികളിൽ 20% വരെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. പണ്ടൊക്കെ നമ്മൾ പെട്രോൾ അടിക്കണമെങ്കിൽ ഒരു കാർഡ്, ഷോപ്പ് ചെയ്യണ ഒരു കാർഡ് എന്നൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഓരോ മന്തും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു 20% ക്യാഷ് ബാക്കാണ് റോർ ബാങ്ക് ഓഫർ ചെയ്യുന്നത്. റോർ ബാങ്കിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഒന്നും ഇല്ല അല്ലെങ്കിൽ സിബിലൊക്കെ ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ യൂണിറ്റി ബാങ്കിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് പണം ഇട്ടാൽ മതി. അത് ഇതിലേക്ക് ലിങ്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു സേവിങ്സ് അക്കൗണ്ട് വെച്ചിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്. അതിലേക്ക് ഈ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇടുന്ന പണത്തിന് 7% വരെ പലിശയും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് റുപേ കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് UPI ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഏത് കടകളിലും സ്കാൻ ചെയ്തിട്ട് പൈസ അടയ്ക്കാനായിട്ട് സാധിക്കും. നല്ല ക്രെഡിറ്റ് സ്കോർ ഒക്കെ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ 1.5 lakhs വരെ ഇൻസ്റ്റന്റ് ലിമിറ്റ് ഈ ഒരു കാർഡ് അപ്രൂവ് ആവുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത ചില കാർഡുകളാണ് ഞാൻ ആദ്യം ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. കിവിയുടെ ക്രെഡിറ്റ് കാർഡാണ്, കിവി ക്രെഡിറ്റ് കാർഡ്. ഇതും ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. ഇതിൽ ഒരു പ്രധാന അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UPI ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് ബാക്ക് കിട്ടും. എല്ലാ UPI സ്കാൻ ആൻഡ് പേ ഇടപാടുകൾക്കും ക്യാഷ് ബാക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിവി നിയോൺ മെമ്പർഷിപ്പാണ്. ഈ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ UPI ഇടപാടുകൾക്ക് 2% വരെ ക്യാഷ് ബാക്കും ഓൺലൈൻ പേയ്മെൻറ്റുകൾക്ക് 0.5% ക്യാഷ് ബാക്കും ലഭിക്കും. എവറി പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് എന്നുള്ളത് എത്ര കാലം കിട്ടും എന്നുള്ളത് അറിയില്ല, എന്നാലും ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമാണ്. എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ട്. വർഷത്തിൽ 3 എയർപോർട്ട് ലോഞ്ച് വിസിറ്റുകൾ സൗജന്യമായിട്ട് ഇതിനോടൊപ്പം ഉണ്ട്. ഫ്യൂൽ വേവർ ഉണ്ട്. എല്ലാ പെട്രോൾ പമ്പുകളിലും 1% ഫ്യൂൽ സർചാർജ് വേവർ നിങ്ങൾക്ക് കിവി കാർഡിൽ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ തൊട്ട് താഴെ കാണുന്ന ലിങ്കിൽ നിന്നും ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെർച്വൽ കാർഡ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്രൂവ് ആയിട്ട് കിട്ടും. നല്ല ക്രെഡിറ്റ് സ്കോറൊക്കെ ഉള്ള ആളുകൾക്ക് അപ്പോൾ തന്നെ ഇത് അപ്രൂവ് ആയിട്ട് കിട്ടും. ഇനി അടുത്ത കാർഡാണ് സ്കേപ്പിയ ഫെഡറൽ ബാങ്ക് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ധാരാളം പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒത്തിരിയധികം ആളുകൾ നല്ല അഭിപ്രായം പറയുന്ന ഒരു കാർഡാണ്. എസ്പെഷ്യലി ഈ യാത്രകളെ പ്രണയിക്കുന്നവർക്കാണ് ഈ ഒരു കാർഡ് ഏറ്റവും ബെറ്റർ. ഇതിന് 0 forex മാർക്കപ്പാണ്. വിദേശ യാത്രകളിലോ ഇൻ്റർനാഷണൽ വെബ്സൈറ്റുകളിലോ നിങ്ങൾ പണമൊക്കെ അടയ്ക്കുന്ന സമയത്ത് ബാങ്കുകൾ ഈടാക്കുന്ന അധിക ചാർജ് ഉണ്ടല്ലോ, അത് ഇതിലില്ല. ഞാനൊന്ന് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ആ ഒരു കാർഡില്ല. കാരണം നമ്മൾ ഈ ചില സോഫ്റ്റ്വെയറുകളൊക്കെ മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഫോറക്സ് ചാർജ് പിടിക്കുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ അതിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ ഒരു കാർഡ് വഴി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അൺലിമിറ്റഡ് ലോഞ്ചാണ്. മാസം 20,000 രൂപയ്ക്ക് മുകളിൽ ചിലവാക്കുന്നവർക്ക് ഇന്ത്യയിലെ പ്രമുഖ എയർപോർട്ടുകളിൽ അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ലഭിക്കുന്നതാണ്. പിന്നെ ഈ സ്കേപ്പിയ കോയിൻ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ ടാറ്റ ന്യൂ കാർഡിനകത്ത് നമുക്ക് ന്യൂ കോയിൻസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സ്കേപ്പിയ കോയിൻസ് ഉണ്ട്. എല്ലാ ഓൺലൈൻ ഓഫ്ലൈൻ ചിലവുകൾക്കും 10% റിവാർഡ് പോയിന്റുകളാണ് ഈ സ്കേപ്പിയ കോയിൻസ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. സ്കേപ്പിയ ആപ്പ് വഴിയുള്ള ബുക്കിങ്ങുകൾക്ക് ഈ ഒരു പോയിന്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് 20% റിവാർഡ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. കൂടാതെ സ്കേപ്പിയയുടെ ആപ്പ് വഴിയുള്ള ബുക്കിങ്ങുകൾക്ക് 20% റിവാർഡും നിങ്ങൾക്കുണ്ട്. സ്കേപ്പിയ കാർഡ് ഓഫർ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24/7 അസിസ്റ്റൻസും ലഭ്യമാണ്. ഈ യാത്രകളിൽ ഉടനീളം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ആക്സിസിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡാണ്. ഇതും ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. പലതവണ ഞാൻ പല വീഡിയോസിൽ ഈ ഒരു കാർഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നഗര ജീവിതത്തിലെ ചിലവുകൾ ലാഭമാക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു കാർഡ് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഭക്ഷണത്തിനാണ് പ്രധാനപ്പെട്ട ലാഭം. സൊമാറ്റോയിൽ നിന്ന് ഓരോ മാസവും 2 തവണ 120 രൂപ വീതം ഡിസ്കൗണ്ട്, മിനിമം ഓർഡർ 499 കേട്ടോ, 120 രൂപ വീതം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പലപ്പോഴും ഈ ഒരു കാർഡ് ഇല്ലെങ്കിലും സൊമാറ്റോ തന്നെ നമുക്ക് തരാറുണ്ട്. പിന്നെ ബിൽ പേയ്മെൻറ്റ്, Paytm വഴി മൊബൈൽ DTH ബില്ലുകളൊക്കെ അടയ്ക്കുന്ന സമയത്ത് 5% ക്യാഷ് ബാക്ക് ഉണ്ട് ബിൽ പേയ്മെൻറ്റിൽ. പിന്നെ ഗ്രോസറിയുടെ കാര്യത്തിൽ ബ്ലിങ്കിറ്റിൽ നിന്ന് മാസം തോറും 250 രൂപ വരെ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. 10% ഓഫാണ് പറയുന്നത്. പിന്നെ സിനിമ കാണുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ ടിക്കറ്റുകൾക്ക് 10% ഓഫ് ഉണ്ട്. അത് ഞാൻ ആ ഒരു നിയോ കാർഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഉപഭോക്താവാണ് കേട്ടോ. പിന്നെ ആപ്പിളിൻ്റെ ഓഫേഴ്സ്, അത് പിന്നെ എല്ലാ മാസവും നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല. ഐഫോൺ, ഐപാഡ് എന്നിവ വാങ്ങുമ്പോൾ 10,000 വരെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും. നോ കോസ്റ്റ് EMI, അത് നിശ്ചിത കാലയളവിലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. 2-3 വർഷത്തിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോ കോസ്റ്റ് EMI നമുക്ക് ലഭിക്കില്ല. അതും ഈ ഒരു കാർഡിനൊപ്പം നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് SBI ഫ്ലിപ്കാർട്ട് കാർഡ്. അവർക്ക് ഫസ്റ്റ് ഇയർ മാത്രമേ ഫ്രീ ഉള്ളൂ കേട്ടോ. പക്ഷേ ഓൺലൈൻ ഷോപ്പിങ്ങിലെ രാജാവിമാരാണ്. ഇവന്മാർ വഴിയാണ് നമുക്ക് നല്ല നല്ല ഓഫറുകൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നത്. ഇതിനകത്ത് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലെ പർച്ചേസുകൾക്ക് 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ മിന്ത്രയിൽ നടത്തുന്ന പർച്ചേസുകൾക്ക് 7.5% ക്യാഷ് ബാക്ക് പറയുന്നുണ്ട്.
പിന്നെ ഇവരുടെ പാർട്ട്ണർ ഓഫറുകളുണ്ടല്ലോ, ക്ലിയർ ട്രിപ്പ്, ഊബർ, സൊമാറ്റോ, PVR, നെറ്റ്മെഡ്സ്, അവിടെ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ എടുക്കുന്ന സമയത്ത് 4 മുതൽ 5% വരെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വെൽക്കം ബെനിഫിറ്റ് SBIയുടെ ഒരു മെയിൻ സാധനമാണ്. ജോയിനിങ് ഫീസ് ആയിട്ടുള്ള 500 രൂപ അടയ്ക്കുന്ന സമയത്ത് തന്നെ 500 രൂപയ്ക്ക് മുകളിലുള്ള വെൽക്കം വൗച്ചറുകൾ ലഭിക്കും. പിന്നെ ഫീ വേവർ ഉണ്ട് കേട്ടോ. വർഷത്തിൽ 3.5 ലക്ഷം രൂപയിൽ കൂടുതലൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ആനുവൽ ഫീ ഒഴിവാക്കാം. പിന്നെ 3.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് അടുത്ത തവണത്തെ 500 രൂപ ലാഭിക്കാനായിട്ടോ അല്ലെങ്കിൽ 1000 രൂപ ലാഭിക്കാനായിട്ടോ നമുക്കെല്ലാം പ്രാന്തണ്ട. ആ പോട്ടെ, എന്താണെങ്കിലും ആട്ടെ, ഒരു ക്രെഡിറ്റ് കാർഡല്ലേ, ഉപയോഗിക്കാം. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വീണ്ടും ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കും, ഈ കാർഡൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത്. പക്ഷേ 2026 പരിഹാരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ റോർ ബാങ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സ്റ്റാർട്ടർ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പുതുതായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആളുകൾക്ക് ചെറിയ ലിമിറ്റിൽ കാർഡ് നൽകിയിട്ട് സിബിൽ സ്കോർ ഇങ്ങനെ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അതിങ്ങനെ കുറച്ച് പൈസ തന്നു നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കുറച്ച് പൈസ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ അവരിങ്ങോട്ട് ഇട്ട് നോക്കും. നിങ്ങളത് മര്യാദയ്ക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു 3000 ഇട്ടു, 3000ത്തിൻ്റെ ഒരു കാർഡ് തന്നു, നിങ്ങൾ ആ 3000 നിങ്ങളുടെ തന്നെ പൈസയാണ്, നിങ്ങൾ തിരിച്ച് അതിനകത്ത് അടച്ച് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം അവർ ചിലപ്പോൾ ഒരു 3000 അങ്ങോട്ട് എക്സ്ട്രാ ഇട്ട് തരും. അങ്ങനെ ലിമിറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളൊരു മിടുക്കനാക്കാനായിട്ട് അവർ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതേ പരിപാടിയാണ് IDFC ഫസ്റ്റ് വൗ കാർഡും പലപ്പോഴും നമുക്ക് ഓഫർ ചെയ്യുന്നത്. ബാങ്കിൽ ഒരു ചെറിയ FD ഇട്ട് കഴിഞ്ഞാൽ സിവിൽ സ്കോർ നോക്കാതെ തന്നെ നിങ്ങൾക്ക് കാർഡ് ലഭിക്കുന്നതാണ്. 2026 എത്തുമ്പോൾ മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇപ്പോൾ ഈ FD ഇല്ലെങ്കിൽ കൂടെ പലപ്പോഴും പല കാർഡുകളും അപ്രൂവായിട്ട് നമുക്ക് കിട്ടും. തൊട്ട് താഴെയുള്ള ലിങ്കുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ 6 മാസത്തെ UPI ഇടപാടുകളൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് നോക്കിയിട്ട്, യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകളൊക്കെ നോക്കിയിട്ട് പല ആളുകളും കാർഡ് അപ്രൂവലൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഭയം വേണ്ട, ജാഗ്രത മതി. ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ബാങ്കുകാരുടെയൊക്കെ പൈസയല്ലേ, വാങ്ങിച്ച് കയ്യിൽ വെച്ചോളുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ അങ്ങോട്ടൊരു ലോണിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഇവന്മാർ നമുക്ക് 1 രൂപ പോലും 100,000 പ്രോസസ്സ് ഇല്ലാതെ തരത്തില്ല. ഇതൊക്കെ ഇങ്ങോട്ട് വിളിച്ചു തരുന്ന സാധനമല്ലേ, വാങ്ങിച്ച് കയ്യിൽ വെച്ചോളുക. സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുക, പേടിയല്ല. നമ്മളിത് ഉപയോഗിക്കണം എന്നുള്ളതല്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സേഫ്റ്റിക്ക് ഈ സാധനം ഇരിക്കുന്നത് നല്ലതാണ്. നമുക്ക് അന്തസ്സോടെ മുന്നോട്ട് പോകാനായിട്ടും കോൺഫിഡൻസോടെ ജീവിക്കാനായിട്ടും ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉപകരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ, അതിപ്പോൾ എല്ലാത്തിനകത്തുണ്ട്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു നോക്കി, നിങ്ങളെ 100,000 പേര് ഡിമോട്ടിവേറ്റ് ചെയ്യും. കാരണം പല ആളുകൾക്കും അങ്ങ് പേടിയാണ്. പക്ഷേ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ, റിസ്ക് ഒന്നും അല്ല, അച്ചടക്കത്തോടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച നേടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും പേടിച്ച് നിൽക്കേണ്ട സംഗതിയൊന്നുമല്ല. ആ ഒരു പ്രൊട്ടക്ഷൻ എടുക്കുക. പക്ഷേ ചിലവുകൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ചങ്കൂറ്റം ഇല്ലാത്തവന്മാർ ഈ പറയുന്ന പരിപാടി പിടിക്കരുത്. ഞാനൊക്കെ പണ്ട് ഈ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ട് ഇത്തിരി കയ്യിൽ നിന്നൊക്കെ പോയതാണ്. അവിടെ നിന്നൊക്കെ നമ്മൾ പിടിച്ച് കയറി തിരിച്ച് വന്നിട്ടാണ് ഈ കോൺഫിഡൻസോടെ ഈ വർത്താനം പറയുന്നത്. ഇപ്പം നോ ആർക്കും ഒരു സഹായം ചെയ്യില്ല. പണ്ട് സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചു തരുമോ, ഇത് വാങ്ങിച്ചു തരുമോ, അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇമാരുടെ പുറകെ നടക്കണം, EMI ഓരോ തവണ ചോദിച്ച് വാങ്ങാൻ വേണ്ടി. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് കടം വാങ്ങി ആരെ സഹായിക്കുന്ന പരിപാടിയൊന്നുമില്ല. കടം വാങ്ങിയിട്ട് ആരെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലെ പൈസ എടുത്തിട്ട് ആളുകളെ സഹായിക്കുക. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹായിക്കാനും പറ്റത്തുള്ളൂ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. കാരണം സേവിങ്സ് അക്കൗണ്ടിലെ പൈസ എടുത്തിട്ട് ചിലവിന് ഉപയോഗിക്കാതെ അത് സഹായിക്കാൻ വേണ്ടി, ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ ചിലവുകൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നടത്തുക. മാസാവസാനം വരുമാനം കിട്ടുന്ന സമയത്ത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ സഹായിച്ച പൈസ തിരിച്ചു വയ്ക്കുക, ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കുക. അല്ലാതെ ഇപ്പം നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലെ പൈസ നമുക്ക് ചിലവിനെടുക്കണ്ടേ, സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്കുകളിൽ ഓരോന്നിലും പോയിട്ട് ആ ഒരു ലിങ്കുകൾ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുക. ആ ഒരു ലിങ്കുകളിലാണ് നിങ്ങൾക്ക് വെൽക്കം ഓഫറുകൾ ഉള്ളത്. നിങ്ങൾ ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മികച്ച ഓഫറുകൾ, അപ്രൂവൽ റേറ്റൊക്കെ നമ്മുടെ ലിങ്കുകൾക്കാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. നന്ദി.